എറണാകുളം കാക്കനാട് TV സെന്ററിൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കൂട്ടാത്മഹത്യ എന്ന സംശയം. അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയുടെ വീട്ടിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. വീടിന്റെ വാതിൽ തുറക്കാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, എന്താണ് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? എന്തുകൊണ്ടാണത് കൂട്ടാത്മഹത്യ എന്നൊരു സംശയം? ശ്യാം. ഹാഷ്മി, ജാർഖണ്ഡ് സ്വദേശിയായ കസ്റ്റംസിന്റെ അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ് കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത്. ജോലി ഒരാഴ്ചയായിട്ട് ഇദ്ദേഹം ലീവിലായിരുന്നു. ലീവ് കഴിഞ്ഞും ഓഫീസിൽ എത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ ഇയാളുടെ ക്വാർട്ടേഴ്സിൽ TV സെന്ററിന് സമീപമുള്ള ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോൾ വലിയ ദുർഗന്ധം അനുഭവപ്പെട്ടു. ഇതോടെ ഇവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സംഘം ഇവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ പുറകുവശത്ത് അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്ത് ആദ്യം ഒരു മൃതദേഹം തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അതൊരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. മൃതദേഹം അഴുകുന്ന നിലയിലുമായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സംഘം വീട് പൊളിച്ച് അകത്ത് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വീടിന്റെ ഒരു മുറിയിൽ രണ്ടാമതൊരു മൃതദേഹം കൂടി ഇപ്പോൾ കണ്ടെത്തിയതായിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ഈ വീടിനുള്ളിൽ ഈ മനീഷിനെ കൂടാതെ അമ്മയും മൂത്ത സഹോദരിയുമാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അമ്മയെയും ഇനി കാണാതായിട്ടുണ്ട്. ആ വീട് പൊളിച്ച് അകത്ത് പരിശോധന നടത്തിയാൽ മാത്രമേ മൂന്നാമതുള്ള ആൾക്ക് എന്താണ് സംഭവിച്ചതെന്നത് പോലും വ്യക്തമാവുകയുള്ളൂ. ഒരാഴ്ചയായി ഇവിടെ ലീവിലായിരുന്ന ഉദ്യോഗസ്ഥനെ കാണാതിരുന്നതിനെ തുടർന്ന് സഹപ്രവർത്തകർ നടത്തിയ പരിശോധനയിലാണ്, ആ ഒരു തിരച്ചിലാണ് ഈ ഒരു വലിയ ദുരന്ത സംഭവം അറിയുന്നത്. 3 പേർ മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് ഇതേ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ആണ് ഉള്ളത്. ആ പരിസരത്ത് കസ്റ്റംസിന്റെ നിരവധി ക്വാർട്ടേഴ്സുകൾ ഉള്ള പ്രദേശം കൂടിയാണ്. പക്ഷെ എന്താണ് മരണകാരണമെന്നോ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ള വ്യക്തമല്ല. നിലവിൽ ആ വീട് തുറന്ന് അകത്ത് കയറാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അത് മനീഷിന്റെ അമ്മയെയാണ് കണ്ടെത്താനുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ തൃക്കാക്കര പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ശ്യാം, ഈ മനീഷ് വിജയുടെ കുടുംബം മൊത്തം ഇവിടെ ആയിരുന്നോ? അടുത്ത ക്വാർട്ടേഴ്സിലുള്ളവരുമായി സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? കൂട്ടാത്മഹത്യയാണെങ്കിൽ എന്താണ് ഒരു കാരണം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ ശ്യാം? അശ്മി, നിലവിൽ പ്രാഥമികമായി ഇതൊരു സംശയമാണ്, കൂട്ടാത്മഹത്യ എന്നുള്ളത്. ഈ മനീഷ് വിജയ് എന്ന് പറയുന്നത് ജാർഖണ്ഡ് സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയും അമ്മയും മാത്രമാണ് ഈ ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നത്. ഇവർ 3 പേരാണ് ഈ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നത്. അതിനിടയിലാണ് ഒരാഴ്ച ഇദ്ദേഹം ലീവിന് പോവുകയും ഈ ലീവ് കഴിഞ്ഞ ശേഷവും ഓഫീസിൽ എത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ തിരക്കി വന്നപ്പോൾ വീട്ടിൽ നിന്ന് വലിയ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോലീസിൽ അറിയിച്ചത്. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ആദ്യം തൂങ്ങിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നു. രണ്ടാമത് നടത്തിയ തിരച്ചിലിൽ വീടിനുള്ളിൽ മറ്റൊരു മൃതദേഹം കട്ടിലിന്റെ താഴെ കിടക്കുന്നത് കണ്ടെത്തുന്നു. ഈ വീട് തുറന്ന് അകത്ത് പോലീസ് കയറാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുകയാണ്. ക്വാർട്ടേഴ്സിന്റെ അകത്ത് കയറാനുള്ള ശ്രമം നടക്കുകയാണ്. എങ്കിൽ മാത്രമാവും ഇവരുടെ മാതാവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഒരു കൂട്ടാത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. പക്ഷേ വിശദമായ അന്വേഷണത്തിൽ അത് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും ഒരു ജാർഖണ്ഡ് സ്വദേശിയായ കസ്റ്റംസിൽ അഡീഷണൽ കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി, അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ എന്ന് പറയുന്നത് ഉന്നത പദവിയാണ്. തൊഴിൽ സ്ഥലത്തെ വല്ല പ്രശ്നങ്ങളുണ്ടോ? എന്താണ് ആത്മഹത്യയാണെങ്കിൽ എന്താണ് അതിന് കാരണം എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? പോലീസ് ഈ വീട് തുറന്നകത്ത് കടന്നാൽ മാത്രമല്ലേ എത്ര പേർ മരിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയൂ ശ്യാം? ഹാഷ്മി, തീർച്ചയായും. കാരണം ഇപ്പോൾ പ്രാഥമിക പരിശോധനയിലാണ് ഈ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അമ്മയെ കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായ ആ വീട് തുറന്ന് അകത്ത് കയറിയാൽ മാത്രമാവും അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ പ്രാഥമിക നിഗമനം മാത്രമാണ് ഇത് ആത്മഹത്യ എന്നുള്ളത്. അത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമാവും കൂടുതൽ വ്യക്തമാകുക. ഏതായാലും നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന ആ മൃതദേഹങ്ങൾ ആ വീടിനുള്ളിൽ തന്നെയാണുള്ളത്. പോലീസ് ഇപ്പോഴും ആ വീടിന്റെ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമത്തിലാണ്. അകത്ത് പരിശോധന നടക്കുമ്പോൾ മാത്രമാകും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുകയുള്ളൂ. നിലവിൽ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ PV ബേബി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നാട്ടുകാരടക്കം അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ, അതിന്റെ വ്യക്തതയോടെയുള്ള വിവരങ്ങൾ പോലീസ് അകത്ത് കയറി പരിശോധന നടത്തി പുറത്തിറങ്ങുമ്പോൾ മാത്രമാകും വ്യക്തമാകുക. ഹാഷ്മി, ഈ മനീഷ് വിജയുടെ ക്വാർട്ടേഴ്സിൽ മനീഷ് വിജയ് അടക്കമുള്ളവർ ഉണ്ടായിരുന്നോ? ഈ 2 പേർ ആരൊക്കെയാണ് എന്നറിവുണ്ടോ ഇപ്പോൾ ശ്യാം? ഹാഷ്മി, അതിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. കാരണം മനീഷ് വിജയ് ഒരാഴ്ചയോളമായി ലീവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. അതിനുശേഷം അദ്ദേഹത്തെ ഓഫീസിലേക്ക് കാണാതിരുന്നതോടെയാണ് സഹപ്രവർത്തകർ തിരക്കി വരുന്നതും ആ സമയത്ത് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. പോലീസ് എത്തുമ്പോഴാണ് ഈ ആദ്യ മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീട് വിശദമായ പരിശോധനയിൽ രണ്ടാമത്തെ മൃതദേഹം കണ്ടെത്തുന്നു. പക്ഷെ അപ്പോഴും ആ വീട് തുറന്ന് അകത്ത് കയറാൻ സാധിച്ചിട്ടില്ല. ഇനി മനീഷ് വിജയ് ആണോ അവിടെയുള്ളത്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആണോ ആ മൃതദേഹം എന്നുള്ളത് ഉൾപ്പെടെയുള്ളത് പരിശോധനയിലൂടെ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് ആ വീടിന്റെ അകത്ത് കയറുന്നതിനാണ്. അകത്ത് കയറി പരിശോധനയിൽ മാത്രമേ അദ്ദേഹത്തിന്റെ അമ്മയ്ക്കടക്കം എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും നിലവിൽ വലിയ പോലീസ് സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ആ വീടിന്റെ അകത്ത് പരിശോധനയ്ക്കുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്.
എറണാകുളം കാക്കനാടാണ് TV സെന്ററിൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കൂട്ടാത്മഹത്യ എന്ന സംശയം. അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയുടെ വീട്ടിൽ 2 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. വീടിന്റെ വാതിൽ തുറക്കാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. അത് പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരൂ.